നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു. ആ പ്രസ്താവനയിൽ പിണറായി വിജയൻ പറയുന്നത്, പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണയെ ആക്രമിക്കുന്നത്. ഈ കേസിൽ തന്റെ പേര് തന്റെ മകളാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് കോടിയേരിയുടെ കേസ് വ്യത്യസ്തമായിരുന്നു, ബിനീഷിന്റെ കേസ് വ്യത്യസ്തമായിരുന്നു. കോടിയേരിയുടെ പേര് അവിടെ പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് വ്യക്തിപരമായി നേരിടണമെന്നാണ്. ഏതായാലും പിണറായിയുടെ വാദം, ആ വാദം അംഗീകരിക്കുകയെ കേരളത്തിലെ CPM നിവർത്തിയുള്ളൂ. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ CPM. കാരണം ആകെ ഭരണമുള്ള ഏക സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും ഒരു തരത്തിലുള്ള രക്ഷയുമില്ലാത്തൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ പിണറായി വിജയൻ ഇപ്പോൾ സർവാധികാരിയായി വിലസുകയാണ്. അപ്പോൾ പിണറായി വിജയന് എല്ലാ പരിരക്ഷയും CPM ഒരുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ CPMകാർക്ക് മിണ്ടാതിരിക്കേണ്ടതുണ്ട്. അത് പിണറായി വിജയൻ അറിയുന്ന കാര്യവുമാണ്. നോക്കൂ, ഇവിടെ പിണറായി വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കേസ് തന്നെ അങ്ങനെയാണ്. അതിന് പിണറായി വിജയൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിനീഷ് കോടിയേരിയുടെ കേസ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ അതിൽ കോടിയേരിക്ക് ഒരു മനസ്സറിവുമില്ല എന്ന് മാത്രമല്ല, വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കോടിയേരി അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും മകന്റെ കേസ് മകൻ നോക്കിക്കോട്ടെ എന്ന് പറയുകയും ചെയ്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോടിയേരി ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പിണറായി വിജയന്റെ മകളുടെ കമ്പനി പോലും, എക്സാലോജിക് എന്ന കമ്പനി പോലും AKG സെന്ററിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വീണ തൈക്കണ്ടിക്ക് അവിടെ വീടുണ്ടായിട്ടും വീണ തൈക്കണ്ടിക്ക് വേറെ അഡ്രസ്സ് ഉണ്ടായിട്ടും ഒക്കെ AKG സെന്ററിന്റെ അഡ്രസ്സിലാണ് എക്സാലോജിക് എന്ന കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, വീണയ്ക്ക് ഈ ഡീൽ, അതായത് ശശിധരൻ കർത്തയുമായുള്ള എക്സാലോജിക് കമ്പനിയുടെ ഡീൽ, CMRലുമായുള്ള ഡീൽ, ആ ഡീൽ തന്നെ പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിയാകേണ്ടത് വീണ വിജയനേക്കാൾ ഉപരി ഇവിടെ അഴിമതി കാണിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ്. അഴിമതിയുടെ ഇടനിലക്കാരിയായി, അല്ലെങ്കിൽ ആ അഴിമതിയുടെ പണം ശേഖരിക്കുന്ന ആളായി പിണറായി വിജയന്റെ മകൾ വീണ മാറി എന്നേ ഉള്ളൂ. ആ കാര്യത്തിലൊരു സംശയമില്ല. പിണറായി വിജയൻ പറയുന്നത് ശരി തന്നെയാണ്. എൻ്റെ രക്തത്തിന് വേണ്ടി വാദിക്കുകയാണെന്ന് പറയുമ്പോൾ പിണറായിക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. പിണറായിയാണ് പ്രതി, അല്ലെങ്കിൽ പിണറായിയാണ് ഇതിൽ മകളെ സംരക്ഷിക്കേണ്ട ആളെന്ന് പിണറായിക്ക് നന്നായി അറിയാം. സാധാരണഗതിയിൽ നമ്മളെവരും പറയുമല്ലോ, നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്, സത്യസന്ധരായിരിക്കണം, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പണത്തിന് വേണ്ടി എന്തും ചേരുന്നൊക്കെ പറഞ്ഞാണ് നമ്മളുടെ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുക സാധാരണഗതി. അങ്ങനത്തെ അച്ഛനും അമ്മയൊക്കെയാണ് എൻ്റെയൊക്കെ ജീവിതത്തിലുള്ളത്. അത്തരം ഒരു അച്ഛനും അമ്മയുമാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്തും ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു സന്ദേശം ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഒന്നും മാതാപിതാക്കൾ തന്നിട്ടില്ല. ഇവിടെ ഒരു പിതാവ് തന്നെ മകളെ സംരക്ഷിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ മകളെ കോടീശ്വരിയാക്കാൻ, ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാവില്ല, അതുകൊണ്ട് തൻ്റെ മകളും മകളുടെ മകളും അടുത്ത തലമുറയും ഒരു 10ലേറെ തലമുറകൾ സുഖമായി ജീവിക്കണം, അതിനുശേഷം അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും, പൈസ ഉണ്ടാക്കിക്കോളും എന്ന് വിചാരിക്കുന്ന ഒരു അപ്പൻ്റെ പുത്രീവാത്സല്യത്തിൻ്റെ കഥയാണ് ഇപ്പോൾ വീണയെ കുടുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കാട്ടുകള്ളനായിരുന്നു വീരപ്പൻ. വീരപ്പനെ കുറിച്ച് നമ്മളെല്ലാം അറിയുന്ന കാട്ടുകള്ളൻ എന്ന് തന്നെയാണ്. കാട്ടുകള്ളനായ വീരപ്പൻ്റെ മകൾ കൊള്ളക്കിറങ്ങിയില്ല. വീരപ്പൻ്റെ മകൾ അഭിഭാഷകയായി, അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. കാട്ടുകള്ളനായ വീരപ്പൻ പോലും തൻ്റെ മകളെ പണമുണ്ടാക്കാനുള്ള ആയുധമായി ഉപയോഗിച്ചില്ല. ഇവിടെ പുത്രീവാത്സല്യം കൊണ്ട് കണ്ണ് കാണാതായി ഏത് അഴിമതിക്കും വളം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ താൻ നടത്തിക്കൊടുക്കുന്ന സേവനങ്ങൾക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് പിണറായി വിജയന്റെ പുത്രീവാത്സല്യമാണ്. പക്ഷെ അവിടെ വലിയ കമ്പനി, കടലാസ് കമ്പനിയൊക്കെ ഉണ്ടാക്കി ആ കമ്പനിയുടെ മറവിലാണ് വെളുപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് കൊണ്ട് കമ്പനി കാര്യമായി അതങ്ങ് പോകും എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത്. ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഉൾപ്പെട്ടത് കൊണ്ട് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കമ്പനി കാര്യമായി ഒരു ടാക്സിന്റെ ഫൈൻ അടച്ചുകൊണ്ട്, ആ ടാക്സ് അടച്ചുകൊണ്ട്, ഫൈൻ ചേർത്ത് അടച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെയാണ് പിണറായി വിജയന് തെറ്റുപറ്റിയത്. ഏതായാലും ഇതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കാനാണ് EDയും CBIയും ഒക്കെ എത്തണമെന്ന ആവശ്യം ഇപ്പോൾ മുറവിളിയായി ഉയരുന്നത്. പിണറായി വിജയന്റെ രക്തത്തിന് വേണ്ടി വാദിക്കാനല്ല, പിണറായി വിജയൻ നൽകിയ സേവനങ്ങൾക്ക് തന്നെയാണ് ഈ പണം ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പറയപ്പെടുന്ന പോലെ എക്സാലോജിക് കമ്പനി നൽകിയ ഏതെങ്കിലും ഒരു എക്സലിനോ, അല്ലെങ്കിൽ അത്തരം പണം എന്ത് കാര്യത്തിനാണ് പണം സ്വീകരിച്ചതെന്ന് കൃത്യമായി വിശദീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മകളെ കൊണ്ടുവന്നെത്തിച്ചത് പിണറായി വിജയനാണ്. ഇനി അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിണറായി വിജയൻ ഈ പറയുന്നത് പാർട്ടി പിണറായി വിജയനോടൊപ്പം നിൽക്കാനും ഇരവാദം മുഴക്കാനും ഒക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെ ശരിയാണ് പിണറായി വിജയൻ പറഞ്ഞത്, കോടിയേരിയുടെ കേസ് വ്യത്യസ്തമാണ്. കോടിയേരിയുടെ മകൻ കാണിച്ച ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും
കോടിയേരിക്ക് അതിൽ മനസ്സറിവില്ല. കോടിയേരി നൽകിയ സേവനങ്ങൾക്കോ അല്ലെങ്കിൽ കോടിയേരി ചെയ്ത പ്രവൃത്തികൾക്കോ അല്ല മകൻ ബിനീഷ് ജയിലിൽ പോയിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് കോടിയേരി ബാലകൃഷ്ണനോട് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരാളാണ്. എങ്കിൽ പോലും ആ വിഷയത്തിൽ എൻ്റെ കൃത്യമായ അഭിപ്രായം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആ കേസിൽ ഒരു തരത്തിലുള്ള സഹായവും ബിനീഷിന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോടിയേരിയുടെ മകൻ ബിനീഷ് ഇപ്പോൾ ഒരു കേസിൽപ്പെട്ടെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന് അദ്ദേഹത്തിന്റെ തൊഴിലുമായി മുന്നോട്ട് പോവുകയാണ്. അത്രയും കാലം അദ്ദേഹം കാട്ടിക്കൂട്ടിയതൊന്നും ഇപ്പോൾ കാട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് പിണറായി വിജയന്റെ മകൾ ഇനിയും ഇത് തുടരും, അതിനുള്ള സാധ്യതകൾ തന്നെയാണ്. കാരണം പുത്രവാത്സല്യം കൊണ്ട് അന്ധനായി പോയ അച്ഛൻ മകളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ ഉടായ്പകളുടെയും വിളനിലമായി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും വീരപ്പന്റെ മകളെ അഭിഭാഷകയാക്കിയപ്പോൾ പിണറായി വിജയൻ തന്റെ മകളെ കക്കാനും അല്ലെങ്കിൽ അഴിമതി കാണിക്കാനുമുള്ള ഒരു ആയുധമാക്കി ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കി അത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാം, അവരുടെ വിദ്യാഭ്യാസം പോലും സ്വാശ്രയ കോളേജുകളിൽ വിദ്യാഭ്യാസം നൽകി കേരളത്തിലെ സഖാക്കന്മാർ തെരുവോരങ്ങളിൽ അടികൊള്ളുമ്പോൾ മകൾ സ്വാശ്രയ കോളേജിൽ വിദ്യാഭ്യാസത്തിൽ മുന്നേറുകയായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് അറിയാം. പക്ഷെ CPM-ന് പിണറായി വിജയനെ തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിണറായി വിജയൻ ഒരു പക്ഷേ അധികാരത്തിൽ നിന്ന് പോയാൽ ഡൽഹിയിലെ CPM ഓഫീസിന് വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്ന് CPM-ന് അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെയും മകളുടെയും ചെയ്തികളെ ന്യായീകരിക്കാൻ മാത്രമേ CPM-ന് കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.